നമസ്കാരം. സ്വർണത്തിന്റെ വില പിടിച്ചാ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ISRO റോക്കറ്റ് വിടുന്നതിനേക്കാൾ സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞാലും തെറ്റില്ല. ഒരു ദിവസം വില ചെറുതായൊന്ന് കുറഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നാം കാണുന്ന കാഴ്ച വില ഇതിന്റെ ഇരട്ടിയാകുന്നതാണ്. സ്വർണ്ണവില സാധാരണക്കാർക്ക് വാങ്ങാവുന്നതിലും അപ്പുറത്തേക്കാണോ പോകുന്നതെന്നൊക്കെ തോന്നിപ്പോവും. എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നതെന്ന് ചോദിച്ചാൽ, ലോകരാജ്യങ്ങളെല്ലാം സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ്. ഇതിനു പുറമെ ലോകത്ത് നടക്കുന്ന സംഘർഷങ്ങളും ട്രംപിന്റെ നയങ്ങളും ഒക്കെയുണ്ട് ഇതിന് പിന്നിൽ. ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടി ലോകത്ത് സ്വർണം അങ്ങ് തീർന്നു പോയാലോ എന്ത് ചെയ്യും? സ്വർണം വാങ്ങുന്നതിന് പകരം പല ലോകരാജ്യങ്ങളും സ്വർണം കുഴിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണിപ്പോൾ. ഇടയ്ക്ക് പാകിസ്ഥാൻ സ്വർണം കുഴിച്ചെടുക്കാൻ പോവുകയാണെന്നുള്ള വാർത്ത നാം കേട്ടിരുന്നു. ഇപ്പോൾ സൗദി അറേബ്യയും സ്വർണ്ണ ഖനനത്തിലേക്ക് തിരിയുന്നു എന്നാണ് അറിയുന്നത്. സൗദി അറേബ്യയിലെ ഖനനം വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിരവധി ഖനന കമ്പനികൾക്ക് സൗദി ലൈസൻസ് അനുവദിച്ചു എന്ന വാർത്ത വന്നിരുന്നു. ഇതിലൊരു ഇന്ത്യൻ കമ്പനിയും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം. ഇനി UAE-യിലെ സ്വർണത്തെ പറ്റിയാണ്. ഒരു സ്വർണ്ണ ഖനി പോലും രാജ്യത്ത് സ്വന്തമായില്ലെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം വ്യാപാരം നടക്കുന്ന രാജ്യങ്ങൾ ഒന്ന് UAE തന്നെയാണ്. പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നാണ് UAE-യിലേക്ക് സ്വർണം എത്തുന്നത്. പല മാർഗത്തിലൂടെയും ആഫ്രിക്കൻ ഖനികളിലെ സ്വർണം അറബ് രാഷ്ട്രത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലെ സ്വർണ്ണ ഖനന മേഖലയിൽ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ വലിയ നിക്ഷേപം നടത്തുന്നുണ്ട്. സ്വർണ്ണ വിൽപ്പനയോടൊപ്പം തന്നെ സ്വർണ്ണാഭരണ നിർമ്മാണത്തിലും മുന്നേറാനുള്ള പദ്ധതികൾ UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ ശേഷി ഇരട്ടിയാക്കാനാണ് UAE-യുടെ നീക്കം. പ്രധാനമായും ദുബായ് കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണാഭരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇത്രയൊക്കെ സ്വർണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ലോക നേതാവ് കളിക്കുന്ന അമേരിക്കയുടെ സ്വർണത്തിന്റെ കഥ കേൾക്കണ്ടേ? ലോകത്തെ വൻ ശക്തി രാജ്യമായ അമേരിക്കയുടെ കൈവശം എത്ര സ്വർണമുണ്ട്? എവിടെയാണ് ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? ആ സൂക്ഷിപ്പ് കേന്ദ്രത്തിന് ചുറ്റും എത്ര ശക്തമായ കാവലായിരിക്കും അമേരിക്ക പോലൊരു രാജ്യം തീർത്തിട്ടുണ്ടാവുക? സിനിമാ കഥകളുടെ മായാലോകത്ത് നിന്ന് മനസ്സിലാക്കിയതിനും അപ്പുറമാണത്രേ അമേരിക്കയുടെ സ്വർണ്ണനിധി കേന്ദ്രത്തിന്റെ സുരക്ഷ എന്നാണ് പറയുന്നത്. 1937-ൽ ശക്തമായ കെട്ടുറപ്പിൽ നിർമ്മിച്ചതിന് ശേഷം 3 തവണ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം ഇത് തുറന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പ്രത്യേക പരിശീലനം നേടിയ സൈനികർ മാത്രമല്ല കെന്റുക്കിയിലെ ഈ ഫോർട്ട് നോക്സിന് കാവലിരിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ കെട്ടും മട്ടും അകത്തെ സുരക്ഷാ വലയങ്ങളും കൂടുതൽ പേർക്കും അറിയില്ലത്രേ. ഇത് സംബന്ധിച്ച് ചുരുക്കം ചില വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മുൻനിരയിലുള്ള ലോകരാജ്യങ്ങളെല്ലാം സ്വർണ്ണവേട്ടയിലേക്ക് തിരിയുകയാണ്. മണ്ണിനായും പൊന്നിനായും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും താണ്ടി യാത്ര ചെയ്ത മഹാരഥന്മാർ നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് ഇവരെല്ലാം മണ്ണും പൊന്നും വെട്ടിപ്പിടിക്കാനുള്ള യുദ്ധം വരെ ചെയ്യേണ്ടി വന്നു. ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാം. ഇനി സ്വർണത്തിനു വേണ്ടി ഒരു യുദ്ധമാണോ വരാനിരിക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും സ്വർണത്തിന്റെ വില പിടിച്ചാ കിട്ടാത്ത ഉയരങ്ങളിലേക്കാണ് നടന്നു കയറുന്നത്. നടന്നു കയറുകയല്ല, ഓടിക്കയറുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.